ഹായ് മൈക്കൽ. ഞാൻ സ്കൾപ്ചേഴ്സ് കാര്യങ്ങൾ കണ്ടു. സ്കൾപ്ചർ ആണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ? അതെ അതെ. അത് അല്ല ഏതൊക്കെ മീഡിയം ആണ്? അല്ല ക്ലേ. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് സ്കൾപ്ചർ അല്ല. ഓക്കെ ഞാൻ അപ്ലൈഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ. പക്ഷെ എനിക്ക് ഈ സ്കൾപ്ചർ ചെയ്യണത് ഭയങ്കര വലിയ താല്പര്യമുള്ള ആളാണ്, അതുപോലെ തീർച്ചയായും. പെയിന്റിങ്. അപ്പം ആ സമയത്ത് ഞാൻ അതിന് വേണ്ടിയുള്ള സമയങ്ങളിൽ സ്കെച്ച് ചെയ്യും. പിന്നെ ഇത് ചെയ്തിരിക്കുന്നതൊക്കെ എൻ്റെ ചുറ്റുപാടുള്ള വീടിന്റെ പരിസരത്തുള്ള കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. എൻ്റെ വീട് ഒരു തീരദേശ പ്രദേശത്താണ്. അപ്പോൾ അവിടെ എപ്പോഴും ഞാൻ ചെറുപ്പകാലഘട്ടത്തിൽ ഈ പറഞ്ഞ തിരമാലകൾ കാണുന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെ സംഭവിച്ചൊരു കാര്യമാണിത്, ഈ തിരമാല ഉണ്ടാക്കുന്നത്. ഇപ്പോ നമ്മൾ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ സമീപ പ്രദേശത്തുള്ള ദൃശ്യങ്ങളാണ് പരമാവധി, അതിന്റെ ചില സിമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് പരമാവധി ചെയ്യാറുള്ളത് അല്ലെ? അപ്പോ അങ്ങനെ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചില ഐഡിയാസ് ഒക്കെ തോന്നും. അതെ. അത് അപ്ലൈ ചെയ്യാറുണ്ടോ? ഐഡിയാസ് ഇല്ല, സ്കെച്ച് ചെയ്ത് വെക്കാറാണ് പലപ്പോഴും ഓക്കെ. സ്കെച്ച് ചെയ്യാറുണ്ട്. സ്കെച്ച് ചെയ്തിട്ട് സ്കൾപ്ചർ ചെയ്യോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇല്ല, സ്കെച്ച് ചെയ്തിട്ട് തന്നെ സ്കൾപ്ചർ ചെയ്യാം. സ്കൾപ്ചർ ചെയ്യോ? ചിലപ്പോൾ ഐഡിയാസുകൾ ചിലപ്പോൾ വരും, ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പം നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് മിസ്സാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്, അങ്ങനത്തെ ഓക്കെ. കാര്യങ്ങൾ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്കൾപ്ചേഴ്സിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ളതുണ്ട്. നമ്മളിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചിലൊരു സ്കൾപ്ചർ ചെയ്യും. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്, എനിക്ക് ഇതാണ് വേണ്ടത്, ഇതേ റിസൾട്ട് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും അയാൾക്ക് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും റിസൾട്ട് കിട്ടുക. ഇപ്പോ ഏത് രീതിയിലായിരിക്കും മോസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാറുള്ളത്? അല്ല, ഞാൻ ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ ഇപ്പം സെറാമിക്കിലാണ് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ റിസൾട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്, എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ബേസ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോംസ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ആ കാണുന്ന നിറമായിരിക്കില്ല ഗ്ലേസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പം ഗ്ലേസിനെ പറ്റി കൂടുതലും ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ അത്തരം ഫാക്കൽറ്റികൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ചെയ്തിരിക്കുന്നത് കൂടുതലും. അതിനെ മറ്റു ആർട്ടിസ്റ്റുമാരെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കുന്നവർ തന്നെ. ഓക്കെ. സഹായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയാസ് അല്ല, ഐഡിയാസ് അല്ല, ഈ മെറ്റീരിയൽസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. ഇപ്പൊ ഈ സെറാമിക്കിലൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? കർവ് ചെയ്യാണോ അല്ലെങ്കിൽ മോൾഡ് ചെയ്ത് എടുക്കുകയാണോ? ഇല്ല, സെറാമിക്കിൽ കൂടുതൽ ഹാൻഡ് വർക്ക്, എല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ് അല്ലെ? ഓക്കെ. മറ്റേ ഈ ചെടിയുടെ ഇതൊക്കെ മറ്റേ ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു അവിടെ. അത് മറ്റേ അത് എങ്ങനെയാണ് അതിന്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ച്? ഇല്ല, അത് ചെടി നേരെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇതിന് ഇംപ്രഷൻ എടുത്ത് മാത്രം. ഓക്കെ ഓക്കെ. ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് വർക്കാണ്. ഇപ്പൊ ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങണേക്കാളും നമുക്ക് തൊട്ട് മുമ്പ് നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ വർക്കായിരിക്കാം. ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ബേസ് ചെയ്തിട്ട് എന്താ പറയാ ഗൂഗിളോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിരിക്കാം, സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്റെ ഈ വർക്കുകളിൽ. തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വളരെയധികം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. പെയിന്റിങ്സ് പക്ഷെ ഒരുപാട് കാണാറുണ്ട്. പെയിന്റിങ്സ് ആണ് അങ്ങനെ അട്രാക്റ്റഡ് ആവുന്ന ഏറ്റവും കൂടുതലായിട്ട്. സ്കൾപ്ചേഴ്സ് അങ്ങനെ അട്രാക്റ്റഡ് അല്ല. സ്കൾപ്ചേഴ്സും എനിക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആണ്. അത് കാണുന്ന ഒരു വേറെ പ്ലഷറാണ്. പെയിന്റിംഗ് കാണുന്നത് പിന്നെ കൂടുതൽ സമയത്ത് ഞാൻ ഇതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിലിരുന്ന് ഒരുപാട് വർക്കുകൾ കാണും. ഈ കോളേജിൽ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോ ഈ ഫൈനൽ ഇയർ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോ ഇവിടെ വന്ന് ചേരുന്ന ടൈമും ഇപ്പൊ ഉള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ വ്യക്തിത്വത്തിലും ഒരു വ്യക്തിപ്രഭാവത്തിലൊക്കെ വരുന്ന ഒരു മാറ്റം ഉണ്ടാവും. അതിനെങ്ങനെ ഫീൽ ചെയ്യുന്നു? അല്ല, അതെനിക്ക് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായതാണ്. ഇപ്പൊ ഞാൻ വരുന്ന സമയത്തുള്ള ഞാനല്ല, ഈ കഴിഞ്ഞ പഠിച്ചിറങ്ങുന്ന സമയത്ത് കൂടുതലും കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതലും ഈ കല പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വ്യക്തിത്വമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക്. തീർച്ചയായിട്ടും. പിന്നെ ഒരു ജീവിത വീക്ഷണത്തില് അതേപോലെ തന്നെ എന്താ പറയാ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് നമുക്കൊരു വീക്ഷണബോധം വരും. നമ്മളിപ്പോ ഒരുപാട് സെമിനാർസും കാര്യങ്ങളും നമുക്ക് മറ്റേ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്ന് ഫീൽ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു റിസർച്ച് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനും ഇതൊരു ഇതാവും, നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ. അത് അപ്പൊ അത് ഏത് രീതിയിലുള്ള ഒരു ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ഏത് രീതിയിലാണ്
ഡിഫറൻസ് ചെയ്യുന്നത്? അല്ല, എനിക്ക് കലാജീവിതത്തിൽ കൂടുതലും എൻ്റെ ലൈഫിൽ കൂടുതലും എന്താ പറയുക ആസ്വാദനം ഉണ്ടാക്കാനും ജീവിതത്തിൽ കൂടുതലും ഒരു കാഴ്ചപ്പാട്, പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കല ഞാൻ പഠിച്ചതിന് ശേഷം. അതിലൊക്കെ പല പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ കൂടുതൽ ടോക്കുകൾ കേൾക്കുകയും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ മറ്റാളുകളായിട്ട് സംസാരവും അങ്ങനെ പല ഇൻട്രാക്ഷനിൽ നിന്ന് ഇതുപോലെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. അതെനിക്ക് ഈ കലയിലൂടെ കിട്ടിയതാണ്. പതുക്കെ 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 വിത്തുകൾ ഭാവി അതിൽ നിന്ന് വ്യക്തിത്വം എന്ന് പറയുന്നത് ഉരുവാകുന്ന ഒരു സംഭവമാണ്. ഇനിയും പോകാനുണ്ട്, ഇനിയും അനുഭവിക്കാനുണ്ട്. ജീവിതത്തിൽ കല എല്ലാവരും കൊണ്ടുനടക്കണം എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ക്രിയേറ്റീവ് സൈഡ് ആണെങ്കിലും വീക്ഷണബോധത്തിലാണെങ്കിലും ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ കോളേജിന് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ അല്ല, ഓക്കെ, താങ്ക് യു.